കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ചോദിച്ചു, മൂക്ക് എന്തിനാ ഇവിടെ പിടിപ്പിച്ചതെന്ന്. പ്രകൃതി ചികിത്സയുടെ ഡോക്ടറാ ചോദിച്ചത്. അവരുടെ സ്റ്റഡി വെച്ചാ ചോദിക്കുന്നത്. മൂക്ക് ഈ സൈഡിലോട്ട് മാറ്റാൻ പറ്റാണ്, എന്തിനാ ഇവിടെ വെച്ചേ? അവര് പറയുന്നത് എന്തിനാണെന്നറിയോ? ഫുഡ് കൊണ്ടുവരുമ്പോ അതിന്റെ മണം ആദ്യം അറിയണമെന്ന്. ആ മണം പറയുന്ന അനുസരിച്ച് കഴിച്ചോണം, അല്ലെ കുഴയുമെന്ന്. അതല്ലേ ബ്രാൻഡി കുടിക്കുന്നവൻ മൂക്ക് ഞെക്കി പിടിച്ചോണ്ട് കുടിക്കുന്നത്. കാരണം മൂക്ക് പറയുന്നു നോ, ഉടനെ പിടിക്കും. അങ്ങനെ കുറെ നാൾ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ഓക്കെ ആവും. UAE നടന്ന ഒരു കാര്യം പറയട്ടെ, നടന്ന കാര്യ. പുതുതായിട്ട് വിശ്വാസി വന്ന ഒരു സഹോദരനാ, ഈ പണിയും ജോലിയും എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിക്കിടയ്ക്ക് ഓടി ആരാധനയ്ക്ക് വന്നപ്പോ ഒരു കെട്ടിടത്തിൽ തന്നെ 10-40 ആരാധന നടക്കുക. പുള്ളി ഒരു ഹോളിലോട്ട് ചെന്ന് കയറി. അവിടെ ഈ വലിയ കയ്യടിയൊന്നും ഇല്ലാത്ത ചർച്ച, പേര് പറയുന്നില്ല, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഒരു നല്ല ചർച്ച കേട്ടോ, ഒരു വചനമൊക്കെ വായിക്കും, വചനമൊക്കെ പറയും, കുഴപ്പമില്ല. സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കും. ഈ പുള്ളി കയറി ചെന്നു ഹല്ലേലൂയ എന്ന് 2-3 വിളിയൊക്കെ വിളിച്ചു. അപ്പൊ തന്നെ ആ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷകനെ ഇറങ്ങിച്ചെന്ന് പുള്ളിയെ വിളിച്ചു, പുറകിൽ ഇറക്കിയിട്ട് പറഞ്ഞു, ബ്രദറിന് സ്ഥലം തെറ്റിപ്പോയി, ഇവിടെയല്ല, തൊട്ടപ്പുറത്ത് അടിച്ചു പൊട്ടിക്കുന്ന ഒരു സഭയുണ്ട്, അവിടെ കയറ്റി വിട്ടു. അപ്പൊ എന്റെ അഭിപ്രായം, ആ മനുഷ്യൻ ഡീസന്റാ. അല്ല, എത്ര ഡീസന്റ് അല്ലേ? എടോ മനുഷ്യ, ഇങ്ങനെ കാറിയിട്ട് കാര്യമില്ലെന്നൊന്നും അല്ല പറഞ്ഞത്. കാറുണ്ടവർക്ക് കാറാനൊരു സഭയുണ്ട്, അനങ്ങാതിരിക്കേണ്ടവർക്കൊരു സഭയുണ്ട്. നീ ഏത് സഭയിലാന്ന് തീരുമാനിച്ചോ? രണ്ടും കൂടിയുള്ള ഒരു സഭയാണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടും കൂടിയുള്ള ഒരു സാധനം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് അതിനുള്ളതല്ല, ഇത് ആത്മാവിൽ ആരാധിക്കാനുള്ളതാ. അതിന്റെ ലജ്ജ മാറണം, അതിന്റെ കെട്ടു പൊട്ടണം. നാവിന്മേൽ ഇന്ന് രാത്രി പുതിയ ഭാഷ ദൈവം തരും. യൂദയുടെ ലേഖനം കൊച്ചു ലേഖനമായി 24-25 വാക്യമുള്ളൂ. അതിനകത്ത് വീണവരുടെ കഥയാണ് മുഴുവനും. മിസ്രൈമിൽ നിന്ന് കർത്താവ് രക്ഷിച്ച ജനം വീണ കഥയാണ് പറഞ്ഞു തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വീണുപോയ ദൂതന്മാരുടെ കാര്യം പറയും. അവരൊന്നും വീഴാൻ സാധ്യതയില്ലാത്തവരാണ്. മിസ്രൈമിൽ നിന്ന് കർത്താവ് രക്ഷിച്ച ജനം, അവരൊക്കെ ദൈവത്തെ കണ്ടതുപോലെ നമ്മൾ കണ്ടോ സംശയമാണ്. കാരണം ചെങ്കടലിന്റെ നടുവിലൂടെയൊക്കെ നടന്നു പോകുന്ന പോക്ക് എന്തൊരു വലിയ സംഭവമാണ്. ദൈവം അവിടെ ഇറങ്ങി നിൽക്കല്ലേ. ചിറ പോലെ നിൽക്കുന്ന വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ഈ ജനം മുഴുവൻ കടന്നു പോവുകയല്ലേ. അത് കഴിഞ്ഞ് അവരെക്കാൾ ശക്തന്മാരായ ആളുകൾ അതേ സ്ഥലത്തോട്ട് ഇറങ്ങിയപ്പോ ആ വെള്ളം അവരുടെ മേൽ വീണു. അപ്പൊ അവര് അക്കരെ കിടന്നിട്ട് അവരുടെ മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ, നമ്മളെക്കാൾ ശക്തന്മാർ മൂക്കും കുത്തി വീണ സ്ഥലത്താണ് നമ്മളിന്ന് നിൽക്കുന്നത്. നമ്മളെക്കാൾ സമർത്ഥന്മാർ ഒഴുകിപ്പോയ മണ്ണിലാണ് നമ്മളിന്ന് കാലൂന്നി നിൽക്കുന്നത് എന്ന് പറയാനുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളാണ് അവര്. പക്ഷെ അവര് വീണുപോയി. അപ്പോൾ നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾ നിങ്ങളെ നിർത്തണമെന്നില്ല. നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ചില മണിക്കൂർ നേരത്തേക്കൊരു ആവേശം തരും. അത് കഴിയുമ്പോൾ നിങ്ങളതിനെ തള്ളിക്കളയും, നിങ്ങളത് മറന്നുപോകും. അത് നിങ്ങളെ നിർത്തണമെന്നില്ല, അന്ത്യം വരെ നിർത്തണമെന്നില്ല. അടുത്ത് പറഞ്ഞിരിക്കുന്നത് മാലാഖമാരുടെ കാര്യമാണ്. മാലാഖമാരുടെ കാര്യം വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അതെല്ലാം വായിക്കുന്നില്ല. വാക്യം 6, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു സാധ്യതയുമില്ലാത്തവരായി ഇവരൊക്കെ വീഴാൻ. പിന്നെ നമ്മൾ കാണുന്ന സോദോമാണ്, ഗൊമോറയാണ്.
പിന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കയ്യിനാണ്, ബിലയാമാണ്, കോരഹാണ്. ഒരു 7 ഗ്രൂപ്പിനെയെങ്കിലും ഇവിടെ പറയുന്നുണ്ട് വീണുപോയവരുടെ. ഇവരൊക്കെ വീണത് എങ്ങനെയാ? വീഴാതിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളിടത്ത് അവർ വീണു. ഒന്നുകൂടെ പറയാം, വീഴാതിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും അവർ വീണു. അപ്പോൾ ഈ പുസ്തകം ഒരു നെഗറ്റീവ് സന്ദേശമാണല്ലോ. വീണവരുടെ കഥയാണല്ലോ യൂദ ബൈബിളിന്റെ ഒടുവിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഒടുവിൽ അദ്ദേഹം അവിടുന്ന് ഒരു വലിയ വിപ്ലവകരമായ മാറ്റത്തിലൂടെ കയറുക. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുക ശക്തിയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഴാതിരിക്കാൻ നമ്മളെക്കാൾ അധികം ആഗ്രഹം ദൈവത്തിനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവർ വീഴാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, അവർ വീഴുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അവരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അവർ വീഴുമ്പോൾ നമ്മൾ ചാടിയെടുക്കും. നമ്മുടെ മക്കൾ വീഴാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. മക്കളെക്കാൾ അധികം ശ്രദ്ധിക്കുന്നത് നമ്മളാണ്. അതെ, മക്കൾ വീഴാതിരിക്കാൻ മക്കളെക്കാൾ അധികം ശ്രദ്ധിക്കുന്നത് പേരൻസാണ്. നമ്മൾ വീഴാതിരിപ്പാൻ സ്വർഗത്തിലെ അപ്പൻ എല്ലാവിധ ആനുകൂല്യങ്ങളും ഒരുക്കിയിരിക്കുക. നീ വീഴാതിരിക്കുക. സ്വത്രം. വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കിയേ, വീഴാതിരിക്കാൻ ദൈവം എന്തെല്ലാം ചെയ്തു. ഹല്ലേലൂയ. വീഴാതിരിക്കാൻ ദൈവം എന്തെല്ലാം ചെയ്തു. എന്നിട്ട് പിന്നെ ചിലര് വീണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരം മനഃപൂർവ്വം വീണതാ. സ്വത്രം. എന്നിട്ടും എന്താ പാസ്റ്റർ ചിലർ വീണത്? മനഃപൂർവ്വം വീണതാ. യൂദായിക്ക് ഒടുവിലും അവസരം കൊടുത്തു. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ആരാ? കർത്താവേ. ഈ കർത്തൃമേശയെക്കുറിച്ചൊക്കെയുള്ള ആ ഭാഗം വരുമ്പോഴോ, വാസ്തവത്തിൽ ആദ്യത്തെ കർത്തൃമേശയ്ക്കാണ് സ്വയശോധന ശരിക്കും നടന്നത്. കാരണം ആ സമയത്ത് കർത്താവ് ഈ സാധനം പൊട്ടിച്ചത്. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ശോധന ചെയ്തു എല്ലാവർക്കും സംശയം, ഇനി ഞാൻ ആയിരിക്കും അറിയാതെ എങ്ങാനും. കാരണം അങ്ങനത്തെ ഒരു രംഗം അവിടെ സൃഷ്ടിച്ചത്. ആരാ എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്നു. ആ സമയത്ത് ഈ സഹോദരന് മാറ്റം വരുത്താമായിരുന്നു, ക്ഷമറിയായിരുന്നു, നിലവിളിച്ച് കരയാമായിരുന്നു. ഏറ്റവും ഒടുവിൽ എന്നോട് കൂടെ കൈ താലത്തി മുക്കുന്നവനെന്ന് പറഞ്ഞു. എന്തിനങ്ങനെയൊക്കെ പറഞ്ഞേ? അവന് വേണേ രക്ഷപ്പെടാം. അപ്പോൾ വീഴാതിരിക്കാൻ, രക്ഷപ്പെടാൻ എത്ര അവസരങ്ങൾ ദൈവം തരുന്നു. അവരവരുടെ മനസ്സിനോട് ചോദിച്ചു നോക്കി, ദൈവം എന്തോരം സംരക്ഷണം തരുന്നു, ദൈവം എന്തൊരു കാവല് തരുന്നു. നമ്മെ വീഴാതിരിപ്പാൻ, നമ്മെ അശുദ്ധിയിൽ വീഴാതിരിപ്പാൻ, പാപത്തിൽ വീഴാതിരിപ്പാൻ, പിന്മാറ്റത്തിൽ വീഴാതിരിപ്പാൻ, കൃപയിൽ നിന്ന് വീഴാതിരിപ്പാൻ, ശുശ്രൂഷയിൽ നിന്ന് വീഴാതിരിപ്പാൻ കർത്താവ് എത്ര കരുതലോടെയാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. വളരെ മുന്നമേ ദൂത് തന്ന്, ദർശനം തന്ന്, വെളിപ്പാട് തന്ന്, മുന്നറിയിപ്പ് തന്ന്, അടി തന്ന്, ബാലശിക്ഷ തന്ന് നമ്മെ നിർത്തിയ ദൈവസ്നേഹത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോ നമ്മൾ വീഴരുതെന്ന് നമ്മളെക്കാൾ ആഗ്രഹം കർത്താവിനാണ്. സ്തോത്രം. എന്തിനാണ്? മഹിമാസന്നതിയിൽ പിതാവിന്റെ തിരുമുമ്പിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മളെ നിർത്തണമെന്നുള്ളത് തമ്പുരാന്റെ ആഗ്രഹമാണ്. കർത്താവിന്റെ തിരുമുമ്പിൽ നമ്മളെ കളങ്കമില്ലാത്തവരായി എന്ന് പറഞ്ഞാൽ വിശുദ്ധരായി, നിഷ്കളങ്കരായി, കുറ്റമില്ലാത്തവരായി
കർത്താവിൻ്റെ തിരുസന്നതിയിൽ, കർത്താവിൻ്റെ വരവിൽ കറയും ചുളുക്കവും മാലിന്യവുമില്ലാത്ത മണവാട്ടിയായി നമ്മെ നിർത്തേണ്ടത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ പിശാചിന് തകർക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സമാപന യോഗത്തിൽ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടണം. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. നിങ്ങളുടെ താഴ്ചയുള്ള ശരീരങ്ങൾ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകണം. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയത് ജീവിതത്തിൽ അന്വർത്ഥമാകണം. കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. നിന്നേ പറ്റൂ. അതിനുവേണ്ടിയാണ് ഈ ഓടിയതും അധ്വാനിച്ചതുമല്ല. ഇതിൽ ബഹുഭൂരിപക്ഷവും തള്ളപ്പെട്ടു പോകും എന്നൊക്കെ ആരെങ്കിലും പറയുന്നെങ്കിൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഇല്ല, നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. ഈ പോക്ക് കണ്ടിട്ട് ആരും എടുക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ തമാശയിൽ നമ്മൾ പറയുന്നതാണ്. കാര്യം ഗൗരവമായിട്ട് എടുക്കണം. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ പൊളിഞ്ഞു പോകത്തില്ല. ദൈവത്തിൻ്റെ പരിപാടി അങ്ങനെയുള്ളതല്ല. നിങ്ങളെ വീഴാതെ, താഴാതെ, തളരാതെ, മാലിന്യപ്പെടാതെ അക്കരെ എത്തിക്കണമെന്നുള്ളത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഉത്തരവാദിത്വത്തെക്കാൾ സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. സഭയുടെ ലീഡേഴ്സിന് അതിന് ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ഉത്തരവാദിത്വം രക്തം ചൊരിഞ്ഞ കർത്താവിനാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ തമ്പുരാന്റെ ആഗ്രഹം നിങ്ങൾ അവിടെ എത്തണമെന്നുള്ളതാണ്. നിത്യത അത്ര വലുതാണ്. നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവം എന്ത് ചെയ്തു എന്ന് ആദ്യം ചിന്തിക്കാം. ദൈവം എന്ത് ചെയ്തു എന്ന് ആദ്യം ചിന്തിക്കാം. അത് കഴിഞ്ഞ് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കും. ഈ 3 ചിന്തകളിലൂടെ ഈ സന്ദേശം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ ഭാഗം, നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ ദൈവം എന്ത് ചെയ്തു വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യവും 22-ാം വാക്യവും. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആമേൻ. സാധാരണയിൽ കവിഞ്ഞ ശ്രദ്ധ ആവശ്യമുള്ള ഒരു വിഷയത്തിലോട്ട് നമ്മൾ കയറുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ അല്പം കൂടി ഒന്ന് ട്യൂൺ ചെയ്യാൻ ഞാൻ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. സുവിശേഷത്തിൻ്റെ കാമ്പും കൂമ്പും കാതലുമായ കാര്യമാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതൊരു പുതിയ പ്രസംഗമല്ല. ഇതെല്ലാം പഴയതാണ്. പക്ക പഴയ ഒരു കാര്യമാണ് പറയാൻ പോണത്. യേശു കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചാണ് പറയാൻ പോണത്. എന്തിനു വേണ്ടി കർത്താവ് മരിച്ചു? കർത്താവിൻ്റെ മരണത്താൽ എന്ത് സംഭവിച്ചു എന്നീ വാക്യം നമ്മോട് പറയുക. ശ്രദ്ധയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ വ്യാഖ്യാതാക്കൾ, കമന്റേറിയൻസ് ഒക്കെ പറയുന്നത് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ചാപ്റ്ററാണ് കൊലോസിയർ 1. അതിനോട് കിടപിടിക്കുന്ന ഒരു വേദഭാഗവും പുതിയ നിയമത്തിലും ഉള്ളത് യോഹന്നാൻ 1. പിന്നെ അതിനോട് ഒരുവിധം ഒക്കുന്ന ഒരു ചാപ്റ്റർ പുതിയ നിയമത്തിലുള്ളത് എബ്രായർ 1. അപ്പം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, കൊലോസ്യർ 1-ാം അധ്യായം, എബ്രായർ 1-ാം അധ്യായം, ഇത് 3 പഠിച്ചാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രം ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് നമ്മൾ സാധാരണ പഠിക്കാത്തൊരു ഭാഗമാണ്. അത് നമുക്ക് അങ്ങോട്ട് ഒരു വായനാസുഖമുള്ള ഭാഗമല്ല. ദൈവദാസന്മാരൊക്കെ പഠിക്കുമെന്നല്ലാതെ സാധാരണ ജനങ്ങൾ അത്രയും അതിനോട്ട് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വേദശാസ്ത്ര പഠനത്തിന് വേണ്ടി അല്ലല്ലോ ബൈബിൾ വായിക്കുന്നത്. അവർക്കൊരു ആശ്വാസം കിട്ടാനല്ലേ. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും കലഹത്തിൻ്റെയും ഇടയിൽ അല്പനേരം 10 മിനിറ്റോ 15 മിനിറ്റോ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്നൊരു വാക്യം കണ്ടാൽ പിന്നെ നമുക്ക് വല്ലതും വേണോ?
നമ്മൾ അതിന് അടിവര ഇട്ട് 2 സ്തോത്രം പറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീരൊഴിച്ച് കാര്യം അവസാനിപ്പിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല, അതേലും ചെയ്യുന്നതാണ് നല്ലത്, ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ. സ്തോത്രം. എന്നാൽ തിരുവെഴുത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങളെ അത് ഗ്രഹിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. നോക്കിയേ, മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളും. നമ്മുടെ 3 അവസ്ഥ, നമ്മുടെ എക്സ്റേ റിപ്പോർട്ടായത്, നമ്മുടെ അകത്തെ മനുഷ്യന്റെ അവസ്ഥയാണിത്. മനുഷ്യനെ പറ്റി ദൈവം തരുന്ന എക്സ്റേ ആണ്, ദൈവത്തിന്റെ റിപ്പോർട്ടാണിത്. മനസ്സുകൊണ്ടകുന്നവർ, ദുഷ്പ്രവർത്തിക്കാർ, ശത്രുക്കൾ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? കാണിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. അവിടെ നമ്മൾ ബലഹീനർ എന്ന വാക്ക് കണ്ടോ? നമ്മെപ്പറ്റി റോമാലേഖനം തരുന്ന ചിത്രീകരണം, നമ്മൾ ബലഹീനരായിരുന്നു. അടുത്ത പ്രയോഗം, നമ്മൾ അഭക്തരായിരുന്നു. ഇനി താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ശത്രുക്കളായിരുന്നു. അപ്പം 4, 3, 7 കാര്യം ഇപ്പൊ കിട്ടി. ദുഷ്പ്രവൃത്തിക്കാർ, മനസ്സുകൊണ്ടകർന്നവർ, ശത്രുക്കൾ. വീണ്ടും റോമാലേഖനത്തിലേക്ക് വന്നപ്പോൾ ബലഹീനർ, അശക്തർ, പാപികൾ, ശത്രുക്കൾ. അപ്പൊ ഒരു 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 ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. റോമർ 3:10 വായിക്കാമെങ്കിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. 23 വായിക്കുമ്പോൾ ഒരു വ്യത്യാസവും, എല്ലാവരും പാപികൾ. ഇതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ആരും ഭൂമിയിലില്ല. ഞാനും നിങ്ങളുമൊക്കെ ഇതിൽപ്പെട്ടവരായിരുന്നു. മനുഷ്യൻ ദൈവം മുമ്പിൽ കുറ്റക്കാരൻ, മനുഷ്യൻ ദൈവം മുമ്പിൽ ശത്രു, മനുഷ്യൻ ദൈവം മുമ്പിൽ ദൂരസ്ഥൻ, മനുഷ്യൻ ദൈവം മുമ്പിൽ ദുഷ്പ്രവർത്തിക്കാരൻ, മനുഷ്യൻ ദൈവം മുമ്പിൽ പാപി, ബലഹീനൻ, അശക്തൻ. ഇവനെ കർത്താവിന് തിരുമുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നിർത്താൻ. ആ നിർത്താൻ എന്ന വാക്കിന് 3 വിധത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാമോ? ഈ പേന ഞാൻ ഇവിടെ നിർത്തിയ നിൽക്കുകയില്ല, കിടക്കത്തേ ഉള്ളൂ, നിൽക്കുകയില്ല. എന്നാ കാര്യം? ആ നിൽക്കാനുള്ള കാലം അതിനില്ല. അപ്പൊ പിന്നെ ഇതിനെ നിർത്തണമെങ്കിൽ വേറൊരു കാലം ഇപ്പറേ കൊടുക്കണം, സപ്പോർട്ട്. അതാണ് ഇതിനെ നിർത്തുന്ന ഘടകം. ഓക്കെ. രണ്ടാമത്തെ ഒരു അർത്ഥം, പാരലൈസ്ഡ് ആയിപ്പോയ ഒരു മനുഷ്യൻ, രോഗി, നടുവിന് കേടുപറ്റിയ, കാലിന് കേടുപറ്റിയ ഒരു മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണ, 2 പേര് അപ്പുറം ഇപ്പുറം പിടിക്കണം. നിങ്ങളെല്ലാം എടുക്കുക, ഞങ്ങൾ അവനെ നിർത്തുക. അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് താങ്ങി പിടിച്ചൊരുത്തനെ നിർത്തുന്നു. അതിനും ഈ വാക്കല്ലാതെ ഏത് വാക്കാ ഉപയോഗിക്കുന്നത്? നിർത്തുക. മൂന്നാമതൊരർത്ഥം, ഒരു കൊടും കുറ്റവാളി തൃശ്ശൂർ ഒളിവിൽ പാർക്കുന്നു. തൃശ്ശൂരുള്ള ഒരു കൊടും കുറ്റവാളി ഒളിവിൽ പാർക്കുന്നു. അവനെ അന്വേഷിച്ച് പോലീസ് നടക്കുന്നു, CID നടക്കുന്നു. അവനെ പിടി കൊടുക്കാതെ പറ്റത്തില്ല, അത്ര ഗുരുതരമായ കുറ്റമാണ്. അല്ലെങ്കിൽ അവൻ മരിക്കണം. അവൻ ഒളിവിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും സമർത്ഥനായ ഒരു അഡ്വക്കേറ്റിനെ കണ്ടെത്തുന്നു. അയാൾ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നീക്കിയപ്പോൾ ആ വക്കീല് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, എന്റെ പ്രതി ഇനി ഒളിച്ചോടുകയല്ലെന്ന് ഞാൻ ഉറപ്പു തരാം. കോടതി ആവശ്യപ്പെടുന്ന മുഴുവൻ പിഴയും ഞാൻ ഇവിടെ കെട്ടാം. അവന് ജാമ്യം കൊടുക്കണം. അവനെ ഞാൻ പോലീസിന്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്ന ആ നിർത്തൽ, അത് നിർത്തല. അവനെ പൊതുജന മുമ്പിൽ നിർത്താൻ ഒരു അഡ്വക്കേറ്റ് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നു. ബലഹീനനെ നിർത്താൻ ഫിസിക്കലായ സപ്പോർട്ട് ചെയ്യുന്നു. കുറ്റവാളിയെ നിർത്താൻ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയാണ് നിർത്തുന്നത്.
നിർത്തുന്നത്. ഇതിന് ഭയങ്കര റിസ്ക് ആണ്. തൃശൂർ ജിഷ കൊലക്കേസിലെ പ്രതി എന്ന് വിചാരിക്കുന്ന ആളെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ എന്തൊരു ബഹളമാ, എല്ലാവരുടെ കൂടി തല്ലിക്കൊന്നോളെയും. അപ്പം പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷനാ പ്രതിക്ക് കൊടുക്കുന്നത്. അജ്മൽ കസബ് എന്ന് പറയുന്ന തീവ്രവാദിയെ താജ് ഹോട്ടലിലെ സ്ഫോടനത്തിന്റെ കാരണക്കാരനെ 3 മാസോ 6 മാസോ തടവിൽ പാർപ്പിച്ചതിന് 120 കോടി രൂപയ്ക്കേണ്ട ചെലവ് വന്നേ. കണക്ക് കൃത്യമല്ല കേട്ടോ. അന്ന് ഞാനത് കൃത്യമായിട്ട് എഴുതി വെച്ചിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഇതൊക്കെ എഴുതി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല് ഒരു സൂചന നടത്താൻ 1 ലക്ഷം രൂപ ചെലവാക്കിയാൽ ഒന്നും പേടിക്കാനില്ല. ഒരു കുറ്റവാളിയെ നന്നാക്കാനല്ല, തൂക്കി കൊല്ലുന്നവരെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് 100 കോടി ചെലവായെങ്കിൽ അതുപോലെ ആകേണ്ട എത്ര കുറ്റവാളികളെയാ ഈ കൺവെൻഷൻ പന്തൽ രൂപാന്തരപ്പെടുത്തിയെടുത്തതെന്ന് മറക്കരുത്. അതുകൊണ്ട് അതൊക്കെ എഴുതി വെക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു കൊടു കുറ്റവാളിയെ പൊതുജന മുമ്പിൽ നിർത്താൻ കോടികൾ ചെലവുണ്ടല്ലേ, എന്നിട്ട് രക്ഷിച്ചോ? ഇല്ല, തൂക്കിക്കൊന്നു. ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ നിങ്ങൾ കൊടും കുറ്റവാളിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പ്രോസിക്യൂട്ട് ചെയ്യുവോ? ബൈബിൾ പറയുന്നു ഒരു വ്യത്യാസവും ഇല്ല. ഈ ഒരു വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നമുക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ സത്യം എന്നാണെന്നറിയോ? അജ്മൽ കസബും നമ്മളും എല്ലാം ദൈവ മുമ്പിൽ ഒരുപോലെയാണ്. എന്റെ പൊന്നു കർത്താവേ, വലിയ ഭാവിയും ചെറിയ ഭാവിയും ബൈബിളിന്റെ വെളിച്ചത്തിൽ ഇല്ല. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, കുരിയിലെ കള്ളനും എനിക്കും രക്ഷിക്കപ്പെടാൻ 2 വഴിയാണോ? ഒരു വഴിയാ. ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ കുറ്റവാളിയും ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസിയുടെ മകനും രക്ഷിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുത്തെ ഏറ്റവും വലിയ മദ്യപാനിക്കും ഏറ്റവും വലിയ പിടിച്ചുപറിക്കാരനും സാമാന്യ മര്യാദയ്ക്ക് ജീവിക്കുന്ന വീട്ടിലെ ചെറുപ്പക്കാരനും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. 2 വഴിയില്ല, 2 ജൽപ്പനമില്ല, 2 പ്രാർത്ഥനയില്ല, 2 നോയമ്പില്ല, 2 ഉപവാസമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ നഷ്ടപ്പെട്ട ഒരു പാവിയാണ്, എന്നോട് കരുണ തോന്നണമേ എന്നൊരുത്തൻ നിലവിളിച്ചാൽ അവൻ ഏത് വീട്ടിൽ ജനിച്ചതാണെങ്കിലും സ്വർഗം അവന്റെ കൂടെയാ. സ്വർഗം അവന് വേണ്ടിയിരിക്കുക. റോമാലേഖനം വെല്ലുവിളിക്കുന്നു, ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ നീതിയുടെ രഹസ്യം, അതാണ് നമ്മുടെ രക്ഷയുടെ രഹസ്യം, അതാണ് നമ്മുടെ വീണ്ടെടുപ്പിന്റെ രഹസ്യം. നീ ചെയ്ത പുണ്യമല്ല, യേശുവിന്റെ ക്രൂശാണ് നിന്നെ നിർത്തിയത്. താങ്ക് യു ജീസസ്. ഒരു കൊടുങ്കുറ്റവാളിയെ, ഒരു ബലഹീനനെ, നിൽക്കാൻ ത്രാണിയില്ലാത്തതിനെ നിർത്തുന്നു എന്ന ആശയത്തിലാണ് ആ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ വാക്യം കേട്ടോളൂ. വാക്യം 21. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അതിന്റെ ആ വേദശാസ്ത്ര സാങ്കേതിക പദങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ലളിതമായിട്ട് പറയാം. അതിനുവേണ്ടി മിശിഹാ തമ്പുരാൻ കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹാ തമ്പുരാന്റെ ക്രൂശിലെ രക്തത്തിൽ ആശ്രയിക്കുന്നവരെ സമ്പൂർണ്ണ സംരക്ഷണം കൊടുക്കാൻ സ്വർഗം ബാധ്യസ്ഥമാണ്. മിശിഹാ തമ്പുരാന്റെ ക്രൂശിലെ ചുവരയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ ആജീവനാന്ത പ്രൊട്ടക്ഷനാ
സ്വർഗം പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോ മനുഷ്യനെ ദൈവമുമ്പാകെ നിർത്തുന്ന ദൈവ പദ്ധതിയുടെ പ്രഥമ പടിയാണ് ക്രൂശ്. ക്രൂശ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അത് നിങ്ങളെ ചലിപ്പിക്കാറുണ്ടോ? അത് നിങ്ങളെ കരയിപ്പിക്കാറുണ്ടോ? അത് നിങ്ങളെ ചിന്തിപ്പിക്കാറുണ്ടോ? അത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ടോ? ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കാൻ, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കാൻ, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഓർത്തു, ബന്ധമില്ലാത്ത എന്നെയോ 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 വീണ്ടെടുത്തു, എന്നെയും എന്നെയും എന്നെയും. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. കുരിശ് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടോ? ആ പാട്ടെഴുതിയ ഭക്തനെ ആശ്ചര്യപ്പെടുത്തി. അദ്ദേഹത്തിന് ഇപ്പൊ 90 വയസ്സുണ്ട്. ക്രൂശ് നിന്നെ ആശ്ചര്യപ്പെടുത്തിയോ? ആശ്ചര്യപ്പെടുത്താം. കാരണം ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ ഇരുമ്പാടിയിൽ തൂങ്ങിക്കിടന്നുണ്ട്. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. അവിടെ നിന്നവരെ ആശ്ചര്യപ്പെടുത്തി. മറ്റുള്ളവരെ രക്ഷിച്ചില്ലേ? നിനക്ക് നിന്നെ രക്ഷിച്ചുകൂടെ? നിനക്ക് ക്രൂശിൽ നിന്ന് ഇറങ്ങാമേലേ? അവരെ എല്ലാം ആശ്ചര്യപ്പെടുത്തി. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ചില മതഭ്രാന്തന്മാർ ചോദിക്കുന്നുണ്ട്, തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്ത യേശു എങ്ങനെ നിന്നെ രക്ഷിക്കുമെന്ന്. കുഞ്ഞെ, കൂടപ്പിറപ്പേ, നിന്നെ രക്ഷിക്കാനാ അവൻ ആ കിടപ്പ് കിടന്നത്. നിന്റെ ശിക്ഷയാ അവൻ ഏറ്റത്, നിന്റെ നിന്നയാ അവൻ ഏറ്റത്, നിന്റെ പാപമാ അവൻ ഏറ്റത്. അവനെ കുരിശിൽ നിന്ന് ഇറക്കി വിടാത്തത് കേൾക്കണം. എന്റെ തൊണ്ടയൊക്കെ പോയി. എന്നാൽ ഇത് നിങ്ങൾ കേൾക്കണം, ഇത് കേട്ടാ മതി. ഹല്ലേലൂയ. അവനെ കുരിശിൽ നിന്ന് ഇറക്കി വിടാത്ത ആണിയാണോ? ഇരുമ്പ് ചങ്ങല കെട്ടിയ പൊട്ടിക്കുന്ന ഒരു ഭ്രാന്തൻ അലറിക്കൊണ്ട് വന്നപ്പോൾ വിരല് ചൂട്ടി വിട്ടുപോ പിശാചെന്ന് പറഞ്ഞപ്പോ അവരെ സ്വതന്ത്രമാക്കിയ
വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ച്. കുരിശ് കണ്ട് നീ ഞെട്ടിയിട്ടുണ്ടോ? കുരിശ് കണ്ട് നീ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ? നിന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടോ? നിനക്ക് കിട്ടിയ വീട് കാറും അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. കാൽവറിയാണ് നിന്നെ നീയാക്കിയത്, എന്നെ ഞാനാക്കിയത്. ക്രൂശ് പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? ക്രൂശ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഏത് പാട്ടാ പാടുന്നത്? പാടിയിട്ട് വേണ്ടേ പാസ്റ്ററെ? കാരണം എഴുന്നേറ്റ് വരുന്നത് തന്നെ എപ്പോഴാണ് ദൈവത്തിനറിയാം. ഉഷകാലവും മനമേ പക്ഷിയൊക്കെ പാടിക്കോ. എൻ്റെ ഒരു സജഷൻ പറയാം, ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു പാട്ട് രാവിലെ പാടണം. അത്രയും പവർ ഭൂമി വേറൊന്നിനില്ല. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പ എന്തുള്ളൂ ഞാനപ്പനെ, നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്രയിലൊരു മർത്യരുമില്ലാദൃഢം. ദേവാ ഇത്ര മഹാസ്നേഹം ഇത്രയിലൊരു മർത്യനുമില്ലാദൃഢം. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ ബോൺമീറ്റ കഴിക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ധ്യാനിക്കാനാ പറഞ്ഞത്. ഇന്ന് രാത്രി ഒന്ന് ധ്യാനിച്ചു നോക്ക്. ഇന്ന് രാത്രി ഒന്ന് ധ്യാനിച്ചു നോക്ക്. നീ അറിയാത്ത ഒരു പവർ നിന്റെ സ്ഥിരങ്ങളിൽ വ്യാപരിക്കും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. ഇന്ന് രാത്രി ആ ദൈവശക്തി ഈ പന്തലിൽ വ്യാപരിക്കുന്നുണ്ട്. അത് നിങ്ങളെ സൗഖ്യമാക്കും, അത് നിങ്ങളെ ശക്തീകരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്താൻ. ആ വാക്ക് എത്ര മനോഹരം. ദുഷ്പ്രവൃത്തികളാൽ മനസ്സുണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്താൻ അവൻ രക്തം ചൊരിഞ്ഞു. രക്തം ചൊരിയണമെങ്കിലോ അവൻ മനുഷ്യനാവണം. ദൈവം ആത്മാവാ. രക്തം ചൊരിയണമെങ്കിൽ അവൻ മനുഷ്യനാവണം. അവിടെയാണ് 15-ാം വാക്യത്തിൽ അത് തുടങ്ങുന്നു. കൊലോസ്യർ 1:15 മുതൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം തുടങ്ങുക, പറഞ്ഞു വരിക. വായിച്ചോ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്, ഇമേജ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അദൃശ്യൻ എന്നുള്ളതിന് ഇൻവിസിബിൾ ഗോഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാണാൻ മേലാത്തൊരു ദൈവം അല്ലേ? അദൃശ്യനായ ദൈവം, ഏക ദൈവം, ഏക പരിശുദ്ധൻ, അദൃശ്യനായ ദൈവം, അദൃശ്യനായ ദൈവം. അതിനെക്കുറിച്ച് 2-3 വാക്യങ്ങൾ വായിപ്പിക്കാൻ പോവാ. 1 തിമോത്തിയോസ് 6:15. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം തിരുവെഴുത്തിൽ നിന്ന് വേണം. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും
താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. അവനാണ് ദൈവം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമാണിത്. ഒന്നുകൂടെ വായിച്ചോ പാസ്റ്ററെ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. 7 കാര്യം പറഞ്ഞിരിക്കുക വാക്യം ദൈവത്തെക്കുറിച്ച്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് 7 കാര്യം ആ വാക്യത്തിലുണ്ട്. ഇതൊക്കെ ഒന്ന് മനപ്പാടമാക്കി വെക്കുന്നത് നല്ലതാ. സ്തോത്രം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് 7 കാര്യം ഒറ്റ വാക്യത്തിൽ. സ്തോത്രം. അതിൽ 2 കാര്യം ഞാനൊന്ന് എടുത്തു പറയാം. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും. അപ്പൊ കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് അവിടെയുണ്ട്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. സൂര്യനെ നോക്കാൻ ത്രാണിയില്ലാത്ത നമ്മൾ സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തെ എങ്ങനെ നോക്കും? മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും. അപ്പൊ ദൈവത്തെ കുറിച്ച് പഠിക്കാൻ എന്നാ പാസ്റ്ററെ വഴി? ഗൂഗിൾ എന്നൊരു സംഭവമുണ്ട്. ഒരു 40 വയസ്സിൽ താഴെയുള്ള പിള്ളേരോട് ചോദിച്ചാൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരും. അവരതിനകത്ത് ഫുൾ ടൈം ലോകത്തിൽ എന്നാ വേണേലും ചോദിച്ചാൽ പറഞ്ഞു തരും ഗൂഗിള്. പക്ഷെ ദൈവത്തെക്കുറിച്ച് മാത്രം ഒരു ഐഡിയയും ഇല്ല. ഭൂമിയിൽ ഏതിനെ കുറിച്ച് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് പഠിക്കാം. പക്ഷെ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ എന്നാ പണി? എന്നാ പിന്നെ ദൈവം ഇല്ലെന്ന് പറയാമോ? ദൈവം ഇല്ലെന്ന് പറയാൻ ആർക്കാ ധൈര്യം? ദൈവം ഇല്ലെന്ന് പറയാനൊന്നും ധൈര്യമുള്ളവരാരും ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം അതിന്റെ പഠിച്ചു പണി. ഇപ്പൊ നിർത്തി. ആ പ്രസ്ഥാനം തന്നെ നിന്നു. ഇപ്പൊ ഉണ്ടായിക്കോട്ടെ എന്നുള്ള മട്ടിലായിട്ടുണ്ട്. പിന്നെ ഭാര്യമാരെ കൊണ്ടൊന്ന് വിടുന്നവരും ഉണ്ട് പള്ളിയിലും പ്രാർത്ഥനയ്ക്കും ഒക്കെ. കാരണം ആ വഴിക്ക് ഒരു ഗുണം വരുന്നേ വന്നോട്ടെന്ന്. ദൈവമില്ലെന്ന് പറയാൻ ധൈര്യമുള്ളവർ ഇപ്പം ജീവിച്ചിരിപ്പില്ല. സ്തോത്രം. ഉള്ളിൽ അവർക്കെല്ലാം അറിയാം ഏതാണ്ട് ഒന്നുണ്ടെന്ന്. അത്രയും അറിഞ്ഞാൽ മതി. അതിനൊരു വ്യക്തത തരാനാണ് ഞങ്ങളെ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ തലയിൽ ഒതുങ്ങത്തില്ല. അതിനപ്പുറമാണ് ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ബൈബിൾ തരുന്ന വാക്കുകൾ എന്താണെന്നറിയാമോ? റെവലേഷൻ, വെളിപ്പാടാ. ദൈവം തരുന്ന വെളിപ്പാടിലൂടെ ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. റോമർ 1:18. ഇപ്പൊ വായിക്കണ്ട, 19. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് എന്ന് തന്നെയാണ് അതിന്റെ ശരിയായ തർജ്ജിമ. ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. അറിയാവുന്നതെന്ന് തർജ്ജിമ ചെയ്തതിന്റെ അർത്ഥം എന്റെ കഴിവിന്റെ പരമാവധി കപ്പാസിറ്റിക്ക് അനുസരിച്ച് വെളിപ്പെടുത്തിയെന്ന. സ്തോത്രം. അതായത് 2 സുഹൃത്തുക്കളും ഒരു കൊച്ചും കൂടെ യാത്ര ചെയ്യുക. ഒരു സുഹൃത്തിന്റെ ചെറിയ കുഞ്ഞ്, അവൻ ഭയങ്കര ചോദ്യക്കാരനാണ്. അതെന്നാ അങ്ങനെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പോ കൊച്ചിന്റെ അപ്പൻ കൂട്ടുകാരനോട് പറയാ, അവൻ മിടുക്കനാ, അവൻ സ്മാർട്ടാ, അവൻ എല്ലാത്തിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ മറ്റേ ആള് പറഞ്ഞു കൊടുത്തു, അവന് ചോദിക്കാനുള്ള കഴിവേ ഉള്ളൂ, ഉത്തരം ഗ്രഹിക്കാനുള്ള കഴിവായിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ വണ്ടി എന്നാ ഈ 4 വീലേ പോണം, 3 വീലയിൽ എന്നാ പോകാത്തെ എന്നിവൻ ചോദിച്ചാൽ അവന് ചോദിക്കാൻ കഴിവുണ്ട്, വിശദീകരിച്ചാൽ ഗ്രഹിക്കാറായിട്ടില്ല. സ്തോത്രം. സൈക്കിൾ എന്നാ 2 വീലേ പോണേ, മറിഞ്ഞു പോകാത്ത എന്നാ എന്നിവൻ ചോദിക്കും. പക്ഷെ വിശദീകരിച്ച് അവന് പിടികിട്ടുകയില്ല. വെറുതെ വഴക്കുണ്ടാക്കാവുന്നേ ഉള്ളൂ. അവനെ അവിടുന്ന് മാറ്റി വല്ല മുട്ടായി മേടിച്ചു കൊടുത്താൽ മതി. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് ചോദിക്കാം. ഇവിടെ നിനക്ക് ഗ്രഹിക്കാറായോ? എന്ത് മനസ്സിലാവും? ഈ പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ടങ്ങാണ്ട് എൻ്റെ കൂടെ പഠിച്ചൊരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വന്ന് എന്നോട് ചോദിച്ചു, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ മിണ്ടാതിരുന്നു. അല്ല, നിന്റെ പ്രസംഗം കേട്ടാ നീ കണ്ടേച്ച് വരികാൻ തോന്നുന്നു. അപ്പൊ എനിക്കൊരു ആശ്വാസമായി, അങ്ങനെ തോന്നിയല്ലോ. സ്തോത്രം. അപ്പൊ ഇവനാടെ ചിന്താഗതി ഏതാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം, എങ്ങനെ കണ്ടാ നീ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ നിനക്ക് പറയാൻ അറിയാം, ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. നിനക്ക് ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുമോ? നിന്നെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുകയല്ലോ.
പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ചോദിച്ചു, മൂക്ക് എന്തിനാ ഇവിടെ പിടിപ്പിച്ചത്? പ്രകൃതി ചികിത്സയുടെ ഡോക്ടറാ ചോദിച്ചത്. അവരുടെ സ്റ്റഡി വെച്ചാ ചോദിക്കുന്നത്. മൂക്ക് ഈ സൈഡിലോട്ട് മാറ്റാൻ പറ്റായിരുന്നു, എന്തിനാ ഇവിടെ വെച്ചേ? അവര് പറയുന്നത് എന്തിനാണെന്നറിയോ? ഫുഡ് കൊണ്ടുവരുമ്പോ അതിന്റെ മണം ആദ്യം അറിയണമെന്ന്. ആ മണം പറയുന്ന അനുസരിച്ച് കഴിച്ചോണം, അല്ലെ കുഴയുമെന്ന്. അതല്ലേ ബ്രാൻഡി കുടിക്കുന്നവൻ മൂക്ക് ചെക്കി പിടിച്ചോണ്ട് കുടിക്കുന്നത്. കാരണം മൂക്ക് പറയുന്നു നോ, ഉടനെ പിടിക്കും. അങ്ങനെ കുറെ നാൾ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ഓക്കെ ആവും. അപ്പൊ ഇതിന്റെ കാര്യം പോലും അറിയാൻ പറ്റില്ല, പിന്നെ എല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നും പുറകിൽ ഒരു കണ്ണുണ്ട് നല്ലതാണ്, മോട്ടോർ സൈക്കിളിലൊക്കെ പോകുമ്പോൾ. അതൊക്കെ പിന്നെ കൂടുതൽ പണിയാവും, അതുകൊണ്ടാണ് തമ്പരം വെക്കാഞ്ഞത്. ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? മുട്ടുമടക്കിയിട്ട് വിനയത്തോടെ അടുത്തു വന്നാൽ നിനക്ക് ആയുസ്സിൽ സംശയം വരാത്ത വിധം ദൈവം തന്നെ കുറിച്ചൊരു വെളിപ്പാട് നിനക്ക് തരുമെന്ന് രാത്രി. നീ ദൈവത്തെ കുറിച്ചാണ് അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മുട്ടുമടക്ക്, കീഴടങ്ങ്, വിനയപ്പെട്, ആയുധം താഴെയിട്. നിലവിളിച്ചാൽ ദൈവം നിന്നെ കുറിച്ചൊരു വെളിപ്പാട് നിനക്ക് തരും. ദൈവത്തെ കുറിച്ച് അറിയേണ്ടത് ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദൈവം മനുഷ്യരാരും കാണാത്തവനാണ്, കാണാൻ കഴിയാത്തവനാണ്, അദൃശ്യനാണ്, സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്. യെശയ്യാ പ്രവചനം 40:25 പറയുന്നു, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോലുകൊണ്ട് തൂക്കുന്നവൻ, അവനാണ് ദൈവം. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ കുറിച്ച് ധ്യാനിച്ചിട്ട് പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും എന്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഞാൻ ഇരുട്ടത്ത് പോയാൽ നീ എവിടെയുണ്ട്, വെളിച്ചത്ത് നീ എവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ പോയാൽ നീ എവിടെയുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോയാൽ നീ എവിടെയുണ്ട്. എന്റെ ദൈവമേ, നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും? സർവജ്ഞാനിയായ ദൈവം, സ്തോത്രം. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, സകലത്തെ നിർമ്മിച്ച ദൈവം. ഈ ദൈവത്തെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? ആവർത്തന പുസ്തകം 4:15 ഞാൻ ഹോരേബിൽ നിങ്ങൾക്ക് വെളിപ്പെട്ടപ്പോൾ, വായിച്ചോ? നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. യഹോവ ഹോറേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ബൈബിളാണ് ഏകസത്യ ദൈവത്തെ കുറിച്ച് ആധികാരികമായി ലോകത്തോട് പറഞ്ഞത്. ദൈവത്തിന്റെ രൂപം നീ കണ്ടിട്ടില്ല. ഞാൻ നിന്നോട് സംസാരിച്ചു, നീ ശബ്ദം കേട്ടു, പക്ഷെ നീ രൂപം കണ്ടില്ല. നിനക്ക് കാണാൻ ഒക്കത്തില്ല, പിന്നെ നീ എങ്ങനെ രൂപം ഉണ്ടാക്കി? ദൈവം ചോദിക്കുക, ഞാൻ നിന്നോട് സംസാരിച്ച ശബ്ദമല്ലേ നീ കേട്ടുള്ളൂ, നീ എങ്ങനെ രൂപം കണ്ടു? ഉണ്ടാക്കരുത്. ഇത് കർശന നിർദ്ദേശമാണ് ബൈബിളിന്റെ. ഈ പുസ്തകം അന്നും ഇന്നും ഈ നിലപാടിൽ നിൽക്കുന്നു. എന്നാൽ ഈ ദൈവത്തിൽ നിങ്ങൾക്ക് പിടികിട്ടാത്ത ഒരു മർമ്മമുണ്ട്. അതാണ് ത്രിയേക ദൈവം. അത് പറയാൻ എന്നെ എത്ര ലജ്ജ. അതുള്ളതല്ലേ. അത് വളച്ചു ചീറ്റിച്ച് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊന്നുമില്ല. ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് പറയാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 4 ഇല്ല, 3. 2 അല്ല, 3. ഒന്ന് തന്നെ ഏക ദൈവത്തിൽ 3 വ്യക്തികൾ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് എത്രേ മനസ്സിലാവുള്ളൂ. അതാ പറഞ്ഞ, ചോദ്യം ചോദിക്കാനേ അറിയത്തുള്ളൂ, ഉത്തരം മനസ്സിലാക്കാറായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടാ നമ്മൾ ചിന്തിച്ചു വരുന്നത്. വായിച്ചോ, യോഹന്നാൻ 1:18.
ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുക യോഹന്നാൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ വെളിപ്പെടുത്തിയ ഒരു പുത്രനുണ്ട്. മടിയിലിരുന്ന പുത്രൻ എന്ന് പറയുമ്പോ ഒരു കുഞ്ഞാവ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അതല്ല യോഹന്നാന്റെ ആശയം. സ്നേഹത്തിന്റെ പാത്രം, തന്റെ ഏകജാതനായ പുത്രൻ, മടിയിലിരുന്ന പുത്രൻ എന്നൊക്കെ പറയുന്നത് ആ സ്നേഹത്തെ കാണിക്കുക. ദൈവം സ്നേഹം തന്നെ. ആ പുത്രൻ, സ്തോത്രം, അവനെ വെളിപ്പെടുത്തി. ആ പുത്രൻ പിതാവിന് സമനാണോ? അതെ. ഉറപ്പാണോ? അതെ. എവിടെ എഴുതിയിരിക്കുന്നു? വായിച്ചോ. ഫിലിപ്പിയർ 2:5, 6. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപം, വാക്ക് ശ്രദ്ധിച്ചോണം. അടുത്തത് ദൈവത്തോടുള്ള സമത്വം. ഇത് രണ്ടും മതി. ദൈവരൂപവും ദൈവസമത്വവും ഉള്ള വ്യക്തി പുത്രൻ. വായിച്ചോ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. മനുഷ്യനെ ദൈവം മുമ്പിൽ നിർത്തുവാൻ ദൈവപുത്രൻ മനുഷ്യനായി തീർന്നു. ആ ചിത്രമാണെന്ന് നിങ്ങളോട് പറയാൻ എനിക്കുള്ളത്. സുവിശേഷം, സുവിശേഷം, സുവിശേഷം മാത്രം പറയുക. വേറൊന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സുവിശേഷം പറയുക നിങ്ങളോട്. ദൈവം മനുഷ്യനായി തീർന്നു. ഹല്ലേലൂയ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ രൂപം ദൈവരൂപം, ഇപ്പൊ വായിച്ചെടുത്ത് കണ്ടു. ദൈവരൂപം. രണ്ടാമത്തേത് മനുഷ്യരൂപം. മൂന്നാമത്തേത് ദാസരൂപം. നാലാമത്തേത് വിരൂപം. യെശയ്യാപ്രവചനം 52 ലാസ്റ്റ് എഴുതിയിരിക്കുന്നു. അവന്റെ രൂപം കണ്ടാൽ ആളല്ലെന്നും അവന്റെ ആകൃതി കണ്ടാൽ, വായിച്ചോ 52 ലാസ്റ്റ് പാരഗ്രാഫ്. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ടും. വിരൂപനായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടോ? ആ കാര്യമാണ് താഴെ വായിക്കുന്നത്. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇന്ന് രാത്രി കാണുക. മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ, ദാസരൂപമെടുത്ത ദൈവപുത്രൻ, വിരൂപനായി തീർന്ന ദൈവപുത്രൻ. വായിക്കും നമ്മൾ ചങ്ക് തകരുന്ന വാക്യങ്ങളാണ് അതിന്റെ മുകളിൽ കിടക്കുന്നത്. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു. ഒന്ന് നോക്കിയിട്ട് രണ്ടാമത് നോക്കാൻ മേലാതെ വണ്ണം അവൻ വിരൂപനായി പോയി. മുഖത്തെ രോമമെല്ലാം പറിച്ചെടുത്ത് വല്ലാതെയായി, അടിച്ച് ദേഹത്തെ തൊലിയെല്ലാം പൊളിച്ച് കീറി. ഒന്ന് നോക്കിയാൽ മനുഷ്യൻ രണ്ടാമത് നോക്കത്തില്ല. അത്രമാത്രം തകർന്നു പോയി ദൈവപുത്രൻ. അതാ നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്ന ഒരു ശത്രുക്കളുമായിരുന്നു നമ്മെ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ മരണമാണ് എന്നെ നിർത്തുന്നത്. അവന്റെ രക്തമാണ് എന്റെ ബലം. അവന്റെ പ്രായശ്ചിത്തമാണ് എന്റെ ധൈര്യം. അവന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് എന്നെ നിർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വരെയും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം വെച്ച വഴി നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, സ്നേഹിതരെ, ഈ രാത്രി ക്രൂശിന്റെ അടുക്കലേക്ക് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവനും ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ഈ യേശുവിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മെയിൻ റോഡിന്റെ സൈഡിൽ നടക്കുന്ന യോഗത്തിൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു.
ക്രൂശിങ്കിലേക്ക് വരിക, ക്രൂശിങ്കിലേക്ക് വരിക, യേശുവിലേക്ക് വരിക. നിങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കലേക്ക് വരിക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹിതരെ, ഈ മെസ്സേജ് തള്ളിക്കളയരുതേ. ഈ സന്ദേശത്തെ നിങ്ങൾ ചെറുതായിട്ട് കാണരുതേ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതാണ് ഈ ദൂത്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കുന്നതാണ് ഈ ദൂത്. നിത്യനരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നിങ്ങളെ കയറ്റുന്നതാണ് ഈ സന്ദേശം. ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്നവരെ കുറ്റമില്ലാത്തവരായി നിർത്തുന്ന ദൈവ പദ്ധതി. ഓ, ഇതെന്തൊരു അത്ഭുതമാണിത്! ഇതെന്തൊരു അത്ഭുതമാണിത്! കുറ്റമില്ലാത്തവരായി നിർത്തുക. എങ്ങനെയാണത്? കുറ്റം വേറൊരാൾ ഏക്കുന്നതാ. അങ്ങനെ എന്നെ കുറ്റവിമുക്തനാക്കുന്നത്. എന്നെ കുറ്റവിമുക്തനാക്കുന്നത് എന്റെ കുറ്റം യേശു എടുക്കുന്നതിലൂടെയാ. അങ്ങനെ എന്നെ കുറ്റവിമുക്തനാക്കുക. ഇങ്ങനെയാണ് നമ്മളെ ദൈവസന്നിധിയിൽ നിർത്തുന്ന ദൈവ പദ്ധതി. ഇന്ന് രാത്രി വരെയും ഈ ഒരു മർമ്മം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരണം. ഹല്ലേലൂയാ. അതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. യേശു കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ മരണം എൻ്റെ പാപത്തിനുള്ള ദൈവിക പരിഹാരമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായി, കർത്താവായി സ്വീകരിക്കുന്നു. അവന്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഒന്ന് പറയാമോ? ഒന്ന് ഏറ്റു ചൊല്ലാമോ? ഒരു സമർപ്പണം ചെയ്യാമോ? ഇതാണ് രക്ഷയുടെ മാർഗം. ഇതാണ് പാപമോചനത്തിന്റെ മാർഗം. ഇതാണ് നിത്യജീവന്റെ മാർഗം. ഇതാണ് നീതീകരണത്തിന്റെ മാർഗം. സഹോദരങ്ങളെ, ഇത് ഉത്തരവാദിത്വമുള്ളൊരു സന്ദേശമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യന്റെ പാപം എത്ര പഴകിയതാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും അതിനെ മുഴുവനും വെളുപ്പിക്കാൻ കഴിവുള്ള യേശുവിന്റെ രക്തത്തെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. പാപമോചനത്തിന് വേണ്ടി മലകൾ കയറുന്ന, നേർച്ചകൾ അർപ്പിക്കുന്ന, വഴിപാടുകൾ നടത്തുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് പാപമോചനം കിട്ടുന്നില്ലല്ലോ. നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ലല്ലോ. എന്നാൽ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഇത് ശാശ്വതമാണ്, ഇത് സുതാര്യമാണ്, ഇത് സുരക്ഷിതമാണ്, ഇത് ഗ്യാരണ്ടീഡ് ആണ്. ഈ രാത്രിയിലും ഇത് ശക്തമാണ്. തീർന്നില്ല. അവന്റെ കാൽവറിയാകത്തെ വിശ്വസിക്കുന്നവനെ ദൈവസന്നിധിയിൽ നിർത്താൻ വേണ്ടി അവൻ ഇപ്പോൾ പിതാവിന്റെ സന്നദ്ധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇത്ര ശക്തമായ, ഇത്ര ഉത്തരവാദിത്വമുള്ള ഒരു സന്ദേശം എങ്ങനെ പറയാതിരിക്കും? ഹല്ലേലൂയ. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം കൂടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഉത്തരവാദിത്വമുള്ള ഒരു മെസ്സേജാണ് സുവിശേഷത്തിന്റെ മെസ്സേജ്. ഏതെങ്കിലും ഒരു വ്യക്തി എവിടെ വെച്ചെങ്കിലും യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് അടുക്കാൻ സമർപ്പിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് യേശു പക്ഷപാതം ചെയ്യുന്നു. പിതാവിന്റെ സന്നിധിയിൽ നമ്മെ നിർത്താൻ വേണ്ടി അവൻ മധ്യസ്ഥത ചെയ്യുന്നു. നമ്മെ നിർത്തുന്ന ദൈവ പദ്ധതി.
നമ്മെ നിർത്തുന്ന ദൈവ പദ്ധതി. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നിങ്ങൾ നടന്നു, ഇരുന്നു, നിന്നു. നിങ്ങളെ നിർത്തിയത് ദൈവത്തിന്റെ കരുണയാണ്, കൃപയാണ്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധന്മാരെ, ഈ പന്തലിരിക്കുന്ന ഭൂരിഭാഗം പേരും വിശ്വാസികളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിന്നതല്ല, നിങ്ങൾ നിർത്തിയതാ. നിങ്ങളുടെ പേര് പറഞ്ഞ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക പിതാവിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും, പക്ഷെ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല നിൽക്കുന്നത്. നമ്മൾ ഉപവസിച്ചിട്ടുണ്ടാവും, ഉപവസിച്ചതുകൊണ്ടല്ല നിൽക്കുന്നത്. വല്ലവരും അറിവില്ലാതെ വല്ല മണ്ടത്തരവും പറയുന്നെങ്കിൽ അതൊന്നും ഏറ്റുപാടരുത്. ഉപവസിച്ചത് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയതെന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല, ഉപവസിക്കാൻ ദൈവം കൃപ തന്നതാ. ദൈവം കൃപ തന്നില്ലെങ്കിൽ ഉപവസിക്കാനൊന്നും പറ്റുകയില്ല. ഉപവസിച്ചത് ദൈവകൃപ, പ്രാർത്ഥിച്ചത് ദൈവകൃപ, പ്രസംഗിച്ചത് ദൈവകൃപ, നിന്നത് ദൈവകൃപ, വന്നത് ദൈവകൃപ. ഹല്ലേലൂയാ. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നതോ കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നിർത്തിയിടൂ ദയയാൽ, ദയയാ, നിത്യദയയാ. തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നിർത്തിയിടും അവയാ, ദയയാ, നിത്യദയയാ. യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്നിലെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ വഹിക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്നിലെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നിർത്തിയിടും ദയയാ, ദയയാ, ദയയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
Glory. Hallelujah. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഈ വചനശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഒരു കാറ്റ് പോലെ നമ്മുടെ മധ്യത്തിൽ വീശി അടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യൗവനക്കാർ സ്വപ്നങ്ങളെ കാണും. പെന്തക്കോസ് എന്താ? വെറും ഒരു പ്രസംഗമല്ല, പ്രസംഗത്തിനപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഏറിയ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ പന്തലുകളിൽ ഉണ്ടാകണം. Hallelujah. വാച്ചെ നോക്കി നടത്തുന്ന യോഗം അല്ല പെന്തക്കോസ് യോഗം. ആത്മാവ് വരുന്ന വരെയേ ഉള്ളൂ ഈ പ്രോഗ്രാം ഒക്കെ. അത് കഴിയുമ്പോൾ പിന്നെ പ്രോഗ്രാം തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാ കൺട്രോളുകൾക്കും അപ്പുറം കയറി വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി ഇന്ന് രാത്രി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൈകൊട്ടാൻ മേലാതെ ചിലരെ ബന്ധിച്ചിരിക്കുന്നു. വാ തുറക്കുകയില്ല. സ്തോത്രം. എന്നാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ നാട്ടുകാർ പറയുന്നത് തുള്ളാൻ പോയെന്ന. എന്നാ വെറുതെ അപവാദം പറയുന്ന ആര് തുള്ളുന്നു? ഒരു 2% ആളുകളെ തുള്ളുന്നുള്ളൂ. പക്ഷെ എല്ലാവർക്കും ഈ പേരാ. പിന്നെ കൈകൊട്ടുകാരെന്നാ പറയുന്നത്. ആര് കൊട്ടുന്നു? വീഡിയോ എടുത്ത് നോക്കി സഹോദരന്മാരൊന്നും കൊട്ടുന്നില്ല. പാവപ്പെട്ട 1-2 സഹോദരിമാരും പിന്നെ ആരാണ്ടൊക്കെ എല്ലാം ഏതോ കഷ്ടകാലത്തിൽ നിന്ന് വന്നവരായി കൊട്ടുന്നേ. കാര്യങ്ങളൊക്കെ സെറ്റിലായവർ എന്തിനു കൊട്ടാനാന്ന്? എന്തിനു കൊട്ടാനാ? ഹല്ലേലൂയ. സഹോദരന്മാരെ, ഇതിനകത്തൊരു കമ്മിറ്റിക്കകത്ത് കയറണ ആദ്യത്തെ യോഗ്യത എന്നാണെന്നറിയോ? പരിശുദ്ധാത്മാംശം പ്രാപിക്കുക എന്നുള്ളത്. അതൊക്കെ ഇപ്പൊ ഒരു ചെറിയൊരു വിട്ടുവീഴ്ചയിലോട്ട് വന്നിട്ടുണ്ട്. അത്രേ പറയുന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ. കമ്മിറ്റി ഒത്താ കയറിയാൽ മതി. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. അതിനു വേണ്ടി കച്ചകെട്ടി കുറച്ച് പേരുണ്ട്, അവരത് ചെയ്തോട്ടെ. നീ ആത്മനിറവ് പ്രാപിക്ക, നീ ദൈവശക്തി പ്രാപിക്ക. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിൽ വരാം. അതിലേക്ക് വരുന്നുണ്ട്. വിഷയം അവിടം വരെ വരും. അപ്പോ നമ്മെ നിർത്താൻ, ദൈവസന്നിധിയിൽ നിർത്താൻ കർത്താവ് ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. 2, നമ്മെ ദൈവസന്നിധിയിൽ നിർത്താൻ യേശു പക്ഷപാതം ചെയ്യുന്നു. ഇതെല്ലാം ഇതുവരെ പറഞ്ഞതെല്ലാം ഏകപക്ഷീയമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടതോ? കൊലോസിലെ തിരിച്ചു വരുന്നു. 1:22 വരെ വായിച്ചു. ഇനി 23 വായിക്കാൻ പോണേ. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. വീണ്ടും അവന്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യം വന്നാ കണ്ടോ? 22 വാക്യത്തിൽ അത് കണ്ടു, 23 വാക്യത്തിൽ കണ്ടു. 22 ദൈവത്തിന്റെ ഉത്തരവാദിത്വം, 23 എന്റെ ഉത്തരവാദിത്വം. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം ആ വാക്യത്തിലുണ്ട്. അവിടെ ആ വാക്യത്തിന്റെ പകുതിക്ക് എന്ന്, അതായത് സുവിശേഷത്തിന്റെ അവിടെ നിട്ടൊന്ന് വായിക്കും. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അവന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പൊ ഇവിടെ തുടക്കം സുവിശേഷത്തിന്റെ പ്രത്യാശ എന്നുള്ള വാക്കാ.
അങ്ങനെയാണ് ഒരു ചോദ്യം, എന്താ സുവിശേഷത്തിന്റെ പ്രത്യാശ? സുവിശേഷം നമുക്ക് തരുന്ന പ്രത്യാശ എന്ത്? അത് ഒന്നുകൂടി ഒന്ന് അടിവരയിട്ട് ബോധ്യപ്പെട്ടു പോകണം. ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊലോസ്യലേഖനം 1:3 നോക്കിയേ. 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. മതിയല്ലോ. അപ്പൊ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്തുവാ? സ്വർഗമാ. സുവിശേഷം തരുന്ന പ്രത്യാശ എന്താ? സ്വർഗീയ പ്രത്യാശ. സ്തോത്രം. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ഈ സഭയ്ക്കകത്ത് വന്നത്. അതേ തുടർന്ന് എന്തെങ്കിലും ഒരു നന്മ വല്ലതും ഒക്കെ കിട്ടിയെങ്കിൽ അത് അനുഭവിച്ചോ. പക്ഷെ അതിനു വേണ്ടിയാണ് വന്നതെന്ന് പിശാച് നിങ്ങളെ കബളിപ്പിക്കരുത്. സ്തുതിക്കുന്നു, 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 സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രത്യാശ, സുവിശേഷത്തിന്റെ പ്രത്യാശ സ്വർഗീയമാണ്. ബാക്കി എല്ലാ പ്രത്യാശയും നശിച്ചു പോകും. കൊലോസിയിൽ സുവിശേഷം പ്രസംഗിച്ച ആളുടെ പേര് എപ്പഫ്രാസ്. അദ്ദേഹം പ്രസംഗിച്ച പ്രഥമ പ്രസംഗത്തിൽ തന്നെ സ്വർഗമുണ്ട്. അത് പൗലോസിന് അറിയാം, പൗലോസിന്റെ ശിഷ്യനെ കുറിച്ച്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ട. അപ്പം ഇവരോട് സുവിശേഷം പറഞ്ഞ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ജൂനിയർ പാസ്റ്റർ അന്ന് പ്രസംഗിച്ച മെസ്സേജിനകത്ത് സ്വർഗമുണ്ട്. അപ്പൊ സ്വർഗമില്ലാത്ത സുവിശേഷം സുവിശേഷമല്ല. സുവിശേഷം നമ്മെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്കാണ് ഉയർത്തേണ്ടത്. അതിനാണ് സുവിശേഷം കേൾക്കുന്നത്. ഓക്കെ, വേഗത്തിൽ മുമ്പോട്ട് പോകണം. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകരുത് എന്ന് പറഞ്ഞാൽ വേറൊന്നിലേക്കും കണ്ണു പോകരുത്, വേറൊന്നിലേക്കും മനസ്സ് പോകരുത്. വല്ലവിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം, വല്ലവിധേനയും കാഹള ശബ്ദത്തിൽ എടുക്കപ്പെടണം. സ്വർഗീയ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കണം. അതായിരിക്കട്ടെ പ്രധാനം. അതിൽ നിന്ന് ഇളകിയാൽ നിലനിൽപ്പ് അപകടം. വാക്യം മനസ്സിലായോ? അതിൽ നിന്ന് ഇളകിയാൽ നിലനിൽപ്പ് അപകടം എന്ന് പറഞ്ഞാൽ ഭൗതികതയിലേക്ക് മനസ്സ് മാറിപ്പോയെങ്കിൽ നിലനിൽപ്പ് അപകടത്തിലാണ്. ഭൗതിക നന്മകൾ ദൈവം തരുമെങ്കിലും സുവിശേഷത്തിൽ വിശ്വസിച്ചത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് ഇളകരുത്, ഇളകരുത്. അടിസ്ഥാനപ്പെടണം, സ്ഥിരതയുള്ളവരാകണം, വിശ്വാസി നിലനിൽക്കണം. ഇതെല്ലാം കൂടെ പറഞ്ഞ എന്തുവാ? പുതിയ നിയമത്തിന്റെ ഉപദേശ സത്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ച് അത് ഏറ്റുപറഞ്ഞ് അതിൽ ഉറച്ച് വീണ്ടും വീണ്ടും ഉറച്ച് നിൽക്കണം, നിൽക്കണം, വചനത്തിൽ നിൽക്കണം. എന്നാലേ അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ സത്യങ്ങൾ വീണ്ടും വീണ്ടും ഗ്രഹിക്കണം, അത് പഠിപ്പിക്കണം, പഠിക്കണം, ഗ്രഹിക്കണം, ഏറ്റുപറയണം. ഓരോ വിശ്വാസിയും നിലനിൽക്കണമെങ്കിൽ പുതിയ നിയമ സത്യങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കുകയും അത് ഏറ്റുപറയുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യണം. അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഓക്കെ, ഇനിയും അല്പം കൂടെ നമ്മൾ മുമ്പോട്ട് പോവുക. യൂദായുടെ ലേഖനത്തിലാണല്ലോ നമ്മൾ ഇന്ന് തുടങ്ങിയത്. നമുക്ക് അവിടേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ചില വാക്യങ്ങളൊക്കെ ഓർമ്മ വെച്ചോളൂ. 1 കൊരിന്ത്യർ 10:12 നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് വളരെ കരുതലോടെ വേണം, കെയർഫുൾ ആയിരിക്കണം. ഞാൻ നിൽക്കുകയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിപ്പോയെങ്കിൽ വീഴും. പിന്നെ എന്ത് തോന്നണം? എന്നെ നിർത്തിയിരിക്കുകയാണെന്ന് തോന്നണം.
ഞാൻ നിൽക്കുകയല്ല, എന്നെ നിർത്തിയിരിക്കുക. ഈ ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കണം. നമ്മളെ വിശുദ്ധി നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ പ്രാഗൽഭ്യം നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ കഴിവ് നമ്മുടെ സ്വന്തമല്ല. എന്നെ നിർത്തിയിരിക്കുകയാണ് എന്നെപ്പോഴും നമ്മളോട് തന്നെ ഏറ്റുപറയണം. ഇങ്ങനെ നമ്മൾ ഏറ്റുപറഞ്ഞാൽ പിശാചിന് നമ്മുടെ മേൽ സ്വാധീനമില്ല. കാരണം എന്നെ പിടിച്ചിട്ടുണ്ട് ഒരുത്തൻ, എന്നെ ഒരുവൻ പിടിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ സാത്താൻ എൻ്റെ മേൽ പിടി വിട്ടു. കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ യൂദായുടെ ലേഖനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. യൂദായുടെ ലേഖനത്തിൽ നമ്മുടെ നിലനിൽപ്പിനോട് ബന്ധപ്പെട്ട 3 പ്രയോഗമുണ്ട്. നമ്മെ സൂക്ഷിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പിൽ നമ്മെ നിർത്താൻ വേണ്ടി സൂക്ഷിക്കുന്ന, വീഴാതെ താഴാതെ തളരാതെ സൂക്ഷിക്കുന്ന 3 പ്രയോഗങ്ങളുണ്ട്. ഒന്നാമത്തേത് 1-ന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ അതുണ്ട്. 1-ാം വാക്യത്തിലുണ്ട്, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ. 1-ാമത്തെ പ്രയോഗം അതാ. ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ. അപ്പൊ നമ്മളെ സൂക്ഷിക്കുന്ന 1-ാമത്തെ പ്രയോഗം ഇതാണ്. അവിടുത്തെ സംരക്ഷണം എന്തിന്റെ ബേസിലാണെന്നൊന്ന് ഗ്രഹിക്കാവോ? ദൈവസ്നേഹത്തിന്റെ ബേസിലാണ്. വിശദീകരിക്കാം. ഞാൻ സ്നേഹിക്കുന്നതിനെ ഞാൻ സൂക്ഷിക്കും. നിങ്ങളുടെ കുഞ്ഞിനെ ഒരു മൃഗം ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ ചാടിയ മൃഗത്തിന് മുമ്പിൽ വീഴും. നിങ്ങൾ അറിയാതെ പറയുന്ന ഒരു മെസ്സേജ് ഇതാണ്: എന്നെ കൊന്നോ, എന്റെ കൊച്ചിനെ തൊടരുത്. നിങ്ങൾ സ്നേഹിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കും. ഇതാണ് 1-ാമത്തെ സൂക്ഷിപ്പ്. ദൈവം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാ, നമ്മയാ. അതുകൊണ്ടല്ലേ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. അതുകൊണ്ട് ആ സ്നേഹത്തിൽ തന്നെ നമ്മുടെ സംരക്ഷണം ഉണ്ട്. ഓക്കെ. 2-ാമത്തെ പ്രയോഗം 20-ാം വാക്യത്തിലാണ്. 20-ാം വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. അവിടെയാണ് ഇനി എനിക്കൊരു 10 മിനിറ്റ് എടുക്കാനുള്ളത്. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കും. 3-ാമത്തെ വാക്കൂടെ കാണിക്കാം. പുസ്തകത്തിന്റെ ഒരു പഠനവും കൂടെ ഈ കൂട്ടത്തിൽ മനസ്സിൽ വരട്ടെ. യൂദായുടെ ലേഖനമൊക്കെ സാധാരണക്കാർ വായിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഏറ്റവും പുറകിൽ കിടക്കുന്നതുകൊണ്ട്. കുറ്റം പറയല്ല, അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തനമാണ് എപ്പോഴും വായിക്കുന്നത്. സമയക്കുറവുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇനി അഥവാ സങ്കീർത്തനം ഒന്ന് കടന്നാലും യൂദാ വരെ എത്താനൊക്കെ ഇനി സമയമുണ്ടോ? അപ്പൊ അതുകൊണ്ട് യൂദായിൽ നിന്ന് തുടങ്ങി പുറകോട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. എന്താ യൂദാ പറയുന്നേ? 3-ാമത്തെ വാക്ക് നമ്മൾ ആദ്യം വായിച്ചതാ, 24-ാം വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. എന്നെ ഒന്ന് കേൾക്കണേ. 1-ാമത്തേതും 3-ാമത്തേതും ദൈവം ചെയ്യുന്നതാ. 2-ാമത്തേത് നമ്മൾ ചെയ്യേണ്ടതാ. ഇത്ര മനസ്സിലായല്ലോ? 1-ാം വാക്യത്തിൽ പറയുന്നു ദൈവസ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിക്കുന്നു. അഥവാ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടത് കൊണ്ട്. ഓക്കെ. ഒടുവിലത്തെ വാക്യത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവം. ഈ 2 സ്ഥലത്തും തമ്പുരാനാ ചെയ്യുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് നമ്മളാ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ റേഷ്യോ എന്ന് ഓർത്തോണം. ഭൂരിഭാഗവും തമ്പുരാന്റെ കയ്യിലാണ്. പിന്നെ നമ്മുടെ ഒരു ചെറിയ പങ്കുണ്ട്. ആ ചെറിയ പങ്ക് എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം, മെസ്സേജ് തീരും.
അതൊന്നും വിശദീകരിക്കേണ്ട വാക്യമാണ്. ഒന്നുകൂടെ വായിച്ചോ ബിജു പാസ്റ്റർ. നിങ്ങളെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എന്ന് പറഞ്ഞാൽ ബേസിക് ഫെയ്ത്ത്, ഫണ്ടമെന്റൽ ഫെയ്ത്ത്, അടിസ്ഥാന വിശ്വാസ പ്രമാണത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. ഒന്ന് നിർത്തിക്കേ. ഇതാണ് ഈ തലമുറയിലെ വിശ്വാസികൾ അറിയേണ്ടത്. ഞാനൊന്ന് നിർത്തി പറയുകയാണ്. ഇന്നലെ രാത്രി ഞാൻ യോഗത്തിന് പോയത് സ്ഥലത്തെ പാസ്റ്റർ വളരെ പ്രായമുള്ള ആളാണ്. അദ്ദേഹം ഒരു പ്രവാചകനും കൂടിയാണ്. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ, പെന്തക്കോസ്ത് സഭകളുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ഒരു 80 കൊല്ലം മുമ്പ് അപ്പോസ്തോലിക നിലവാരത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പ്രസിഡന്റ് എന്നും ജനറൽ സെക്രട്ടറി എന്നും ഒക്കെ പറയുന്ന ലെവലിലുള്ളവർ മുഖ്യ പ്രസംഗം ആത്മസ്നാനത്തെ കുറിച്ചായിരുന്നു. കർത്താവിന്റെ വരവ്, വിശുദ്ധ ജീവിതം, പരിശുദ്ധാത്മാഭിഷേകം, എല്ലാ കൺവെൻഷനിലും ഇതുണ്ട്. മാനസാന്തരവും സ്നാനവും പറയാൻ വേറെ സഭക്കാരും ഉണ്ടെന്നേ. കേക്കണേ, മാനസാന്തരവും സ്നാനവും മർത്തോമ സഭയും CSI സഭയും പറയും. പിന്നെ നമ്മുടെ സഹോദരന്മാർ പറയുന്നവരുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, പറയും. പക്ഷെ പരിശുദ്ധാത്മ സ്നാനം പറയാൻ ആകെ കൂടെ നമ്മളെ വിളിച്ചിട്ടുള്ളൂ. നമ്മളും ഇപ്പൊ അത് നിർത്തിയോ? ഈ സഭ ഉണ്ടായത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചുള്ള ശക്തമായ പ്രഭാഷണത്തിലാണ്. ഇപ്പൊ വർഷങ്ങളായിട്ട് ആ സാധനം നിന്നുപോയോ? എന്ന് പറഞ്ഞാൽ ഈ കൃപാവരമൊക്കെ നിന്നു പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, പതുക്കെ പതുക്കെ അങ്ങ് മിണ്ടാതെ ആക്കി അങ്ങ് നിന്നു പോകും. സ്തോത്രം. അപ്പൊ ഇങ്ങനെ പോയാൽ മിക്കവാറും നിന്നു പോകും. സ്തോത്രം. പിന്നെ ആരെങ്കിലും ഒക്കെ ഒരു ഇച്ചിരി അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ അത് ഈ പാട്ട് പാടി അതിൻ്റെ ഒരു നല്ലൊരു മൂച്ചിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു അതൊരു 2-3 മിനിറ്റ് നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അത് സംഭവം തീരും. എത്ര % ആളുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ഇതൊരു പ്രസംഗം തീർക്കാൻ വേണ്ടി പറയല്ല, ക്ലിയർ ആയിട്ടൊരു ചോദ്യമായിട്ടിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ വെച്ച വാക്യം ഒന്നുകൂടെ വായിക്കുന്നു, 20-ാം വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും. എന്ന് പറഞ്ഞ് നമ്മുടെ നിലനിൽപ്പിന്റെ 3 പടികളാ പറഞ്ഞത്. സ്തോത്രം. കർത്താവിന്റെ ക്രൂശുമരണത്താൽ നമ്മെ ദൈവസഭയിൽ നിർത്തി, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നമുക്ക് തന്നെ നമ്മൾ ആത്മീയ വർധന വരുത്തി നിൽക്കണം. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീയ വർധന വരുത്തണം. അതെങ്ങനെ പറ്റും? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ പാസ്റ്ററെ? കാണിക്കാം, ശ്രദ്ധിക്കണം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 2-ാം വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ദൈവത്തോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് അന്യഭാഷ. ഇത് നമ്മുടെ ഇടയിൽ വളരെ കുറച്ചുപേരെ അനുഭവിക്കുന്നുള്ളൂ. ഇതിനൊരു വിടുതൽ ഉണ്ടാവണം. ഇതിങ്ങനെ ആക്കിയത് ആരാണോ അവർ കുറ്റക്കാരാ. ചിലരൊക്കെ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി കൃപാവരങ്ങളെ വെട്ടും. ആത്മാവിൽ ആരാധിക്കുന്നവരെ ഡിസ്കറേജ് ചെയ്യും. 1-2% കള്ളപ്രവാചകന്മാരുണ്ടെന്നും പറഞ്ഞ് പ്രവാചകന്മാരെ മുഴുവൻ കൊല്ലും. ഇങ്ങനെ ആത്മാവിനെ കെടുത്തി അത് തിരിച്ചു വരാൻ പോവുക. ദൈവം അത് തിരിച്ചു കൊണ്ടുവരാൻ പോവുക. സകല ജഡത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. സകല കൃപാവരങ്ങളുടെയും സ്റ്റാർട്ടിങ് അന്യഭാഷ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അന്യഭാഷയിൽ സംസാരിക്കാതെ പിന്നെ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ കടക്കും? അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടോ നിങ്ങളുടെ സഭയില്? നിങ്ങളുടെ സഭയിൽ വെളിയിൽ നിന്ന് ഒരാൾ, ഇന്നലത്തെ ഒരു ന്യൂസ് കേൾക്കണോ? ന്യൂസ് മീൻസ് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞതാ,
രാജ്യത്തിന്റെ പേര് പറയുന്നില്ല, കാരണം ഇതെല്ലാം ലൈവാ. വിദേശ രാജ്യത്തുനിന്ന് ഒരാൾ വിളിച്ചു. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിൽ പോണ ആളാണ്. ഇന്റർനെറ്റിൽ കിടക്കുന്ന ക്ലാസ് എല്ലാം കേട്ട് പാസ്റ്ററേ, ഈ ക്ലാസ് ശരിയാണെങ്കിൽ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന സഭയിൽ ഇനി പോകാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എനിക്കൊരു സഭ പറഞ്ഞു തരണം. ഞാൻ അടുത്തുള്ള 1-2 ചർച്ചൊക്കെ പേര് വിളിച്ച് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് 2 ആഴ്ച കൂടിയ ജനോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞങ്ങൾ പാട്ട് പാടിയപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ മുമ്പ് ഇരുന്നവർ ഞെട്ടി തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു. നമ്മുടെ സഭകളിൽ അങ്ങനെ ആയോ? ചിലയിടത്തൊക്കെ ആയില്ലേ? അപ്പൊ അനുദപിച്ചേറ്റ് പറയാൻ പറ്റുമോ? യു എ ഇ നടന്ന ഒരു കാര്യം പറയട്ടെ, നടന്ന കാര്യമാണ്. പുതുതായിട്ട് വിശ്വാസി വന്ന ഒരു സഹോദരനാ. ഈ പണിയും ജോലിയും എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിക്കിടയ്ക്ക് ഓടി ആരാധനയ്ക്ക് വന്നപ്പോ ഒരു കെട്ടിടത്തിൽ തന്നെ 10-40 ആരാധന നടക്കുക. പുള്ളി ഒരു ഹോളിലോട്ട് ചെന്ന് കയറി. അവിടെ ഈ വലിയ കയ്യടിയൊന്നും ഇല്ലാത്ത ചർച്ച, പേര് പറയുന്നില്ല, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഒരു നല്ല ചർച്ച കേട്ടോ, ഒരു വചനമൊക്കെ വായിക്കും, വചനമൊക്കെ പറയും, കുഴപ്പമില്ല. സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കും. ഈ പുള്ളി കയറി ചെന്നു, ഹല്ലേലൂയ എന്ന് 2 വിളിയങ്ങ് വിളിച്ചു. അപ്പൊ തന്നെ ആ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷകനെ ഇറങ്ങി ചെന്ന് പുള്ളിയെ വിളിച്ചു, പുറകിൽ ഇറക്കിയിട്ട് പറഞ്ഞു, ബ്രദറിന് സ്ഥലം തെറ്റിപ്പോയി, ഇവിടെയല്ല, തൊട്ടപ്പുറത്ത് അടിച്ചു പൊട്ടിക്കുന്ന ഒരു സഭയുണ്ട്, അവിടെ കയറ്റി വിട്ടു. അപ്പൊ എന്റെ അഭിപ്രായം, ആ മനുഷ്യൻ ഡീസന്റാ. അല്ല, എത്ര ഡീസന്റ് അല്ലേ? എടോ മനുഷ്യ, ഇങ്ങനെ കാറിയിട്ട് കാര്യമില്ലെന്നൊന്നും അല്ല പറഞ്ഞത്. കാറുണ്ടവർക്ക് കാറാനൊരു സഭയുണ്ട്, അനങ്ങാതിരിക്കേണ്ടവർക്ക് ഒരു സഭയുണ്ട്. നീ ഏത് സഭയിലാന്ന് തീരുമാനിച്ചോ? രണ്ടും കൂടിയുള്ള ഒരു സഭയാണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ, രണ്ടും കൂടിയുള്ള ഒരു സാധനം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് അതിനുള്ളതല്ല, ഇത് ആത്മാവിൽ ആരാധിക്കാനുള്ളതാ. അതിന്റെ ലജ്ജ മാറണം, അതിന്റെ കെട്ട് പൊട്ടണം. നാവിന്മേൽ ഇന്ന് രാത്രി പുതിയ ഭാഷ ദൈവം തരും. അപ്പോ നിങ്ങളെ തന്നെ ഒരുക്കിക്കോ. ദാഹിച്ചിരിക്കുന്നിടത്ത് നീരൊഴുക്കുകളെ പകരും. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വർഷം ഒരു വലിയ ആത്മപകർച്ചയുടെ വർഷമാണ്. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിറയ്ക്കും. ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഒരാറ്റം മുതൽ മറ്റേ അറ്റം വരെ ജീവജല നദിയുടെ ഒഴുക്ക് ഇന്ന് രാത്രി ഈ പന്തലുണ്ടാവും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആത്മാവിൽ നിറയണമെന്ന്? പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിറയുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരവും കൂടെ അറിയും, നിങ്ങളുടെ മനസ്സറിയും, നിങ്ങളുടെ ആത്മാവ് അറിയും. ഷോക്ക് അടിച്ചാൽ അറിയുമോ? കറണ്ട് അടിച്ചാൽ അറിയുമോ? അതിൽ അപ്പുറമായി ആത്മാവിന്റെ പരിവർത്തനം നിങ്ങളുടെ ബോഡിയിലും വെളിപ്പെടും. അങ്ങനെ വന്നാൽ ഈ കീമോതെറാപ്പി ഒക്കെ എടുക്കാൻ എത്ര രൂപയായി ചെലവാക്കുന്നത്? ഒരു അസുഖം ഇപ്പൊ എല്ലായിടത്തും അല്ലേ, ക്യൂ നിൽക്കുകയല്ലേ ആശുപത്രി പോയി. നിന്റെ മേലെ ഒരു ആത്മശക്തി ഇന്ന് രാത്രി ഉണ്ടായാലോ? ഞാൻ എന്നെ പ്രശംസിക്കുകയല്ല, ഈ പാലക്കാട് വെച്ച് പണ്ട് ഞങ്ങൾക്കൊരു അടി കിട്ടി. പന്തലി കയറി സുവിശേഷ വിരോധികൾ അടിച്ചു. എന്റെ ഒരു അനുഭവം പറയട്ടെ, എനിക്ക് അന്നാണ് ഈ ഇതിന്റെ കുറയോടെ മനസ്സിലായത്. പെട്ടെന്നൊരു ആത്മശക്തി എന്റെ മേൽ വന്നു. ഞാൻ അങ്ങ് അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പൊ അന്യഭാഷ സംസാരിക്കാൻ കീബോർഡ് വേണ്ട, പിന്നെ എന്നാ വേണ്ടേ? അടി കിട്ടിയാ മതിയെന്ന്.
കേക്ക്, വെറുതെ പറയല്ല. സ്തേഫാനോസിന് നേരെ ആൾക്കാർ പല്ല് കടിച്ചു. സ്തേഫാനോസോ ആത്മാവിൽ നിറഞ്ഞു. അപ്പം ആത്മാവിൽ നിറയാൻ എന്ത് മതി? അമ്മായിയമ്മ നിന്റെ നേരെ പല്ല് കടിച്ചോണ്ട് വരുമ്പോ നീ എന്താവണം? തിരിച്ചങ്ങോട്ടും ആകാം കേട്ടോ, തിരിച്ചങ്ങോട്ടും ആകാം. അപ്പൊ ഇന്നാളൊരു അമ്മച്ചി പറഞ്ഞു, എന്റെ ഭാഷ എല്ലായിടത്തും ഇങ്ങനെ പറയരുത്, ഇപ്പൊ മരുമക്കൾ അമ്മായിമ്മമാരുടെ നേരെ ആ പല്ല് കടിച്ചോണ്ട് വരുന്നേ. ശരി, എന്നാ തിരിച്ചു ആയിക്കോട്ടെ. സ്തോത്രം. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? പ്രതികൂല സാഹചര്യത്തിൽ നീ അറിയാത്ത പവർ നിന്റെ മേൽ വെളിപ്പെട്ട് വരും. ശിംശോൻ നടന്നു പോകുമ്പോൾ സിംഹം ചാടി വന്നു. സിംഹത്തിന്റെ ചാട്ടം അമ്പെയ്യുന്ന പോലെയാ. ആയുധം എടുത്തോണ്ട് വരാനൊന്നും നേരെയില്ല. സിംഹത്തിന്റെ സ്പീഡിനെ കടത്തിവിട്ടുന്ന സ്പീഡിൽ ആത്മാവ് അവന്റെ മേൽ വന്നു. ദൂത് കേട്ടോണം, ദൂത് കേട്ടോണം. പിശാച് കെണിയൊരുക്കിയ കെണിയേക്കാൾ വേഗത്തിൽ ദൈവാത്മാവ് നിന്റെ മേൽ വരും. പിശാചിന്റെ പദ്ധതികളെ പൊളിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ദൈവമായിരിക്കും. ഹല്ലേലൂയ. എത്ര രൂപ ചെലവിട്ട് പന്തലായത്? ഇന്നുകൊണ്ട് യോഗം തീരുകയല്ലേ? ഒന്ന് വായിച്ചേ, 1 കൊരിന്ത്യർ 14:4. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു. അതല്ലേ യൂദായിലും കണ്ടത്? നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുവീൻ. എങ്ങനെ? അന്യഭാഷയിൽ സംസാരിക്കുമ്പോ. ഞാൻ സാധാരണക്കാരോടാ പറയുന്നത്, കേൾക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആരോടാ സംസാരിക്കുന്നത്? ദൈവത്തോട്. ആരും തിരിച്ചറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ആരൊക്കെ? ഞാൻ തിരിച്ചറിയുന്നില്ല, നിങ്ങൾ തിരിച്ചറിയുന്നില്ല, പിശാച് തിരിച്ചറിയുന്നില്ല. ആര് തിരിച്ചറിയുന്നുണ്ട്? ദൈവം തിരിച്ചറിയുന്നുണ്ട്. ഇതെന്തൊരു അത്ഭുതമാ! അങ്ങനെയാണ് പിന്നെ ഇതെന്തിനാ ഒതുക്കി വെച്ചത്? ഇതെന്തിനാ കെട്ടിപ്പൂട്ടി വെച്ചത്? കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, നീ നാവ് തുറക്ക്. ഇനി കേൾക്കണം. അന്യഭാഷയ്ക്ക് ലിപിയില്ല, ഇന്ന് വരെ അത് എഴുതിയിട്ടില്ല, പ്രിന്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ആത്മാവിൽ ആത്മാർത്ഥമായി നീ വീട്ടിയിരുന്ന് ആരാധിച്ചാൽ ദേശത്ത് വാഴുന്ന വാഴ്ചകൾ കിടുങ്ങും. ആഭിചാര ശക്തികൾ മുട്ടുമടക്കും, മന്ത്രവാദ ശക്തികൾ കെട്ടുകെട്ടും. ഭാരതം യഥാർത്ഥ ദൈവശക്തി കാണുന്ന വർഷമായത്. പാസ്റ്ററെ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ചാർജ് എടുത്തത് കോലഞ്ചേരി ചർച്ചിലാണ്. അന്ന് അവിടെ ചർച്ചില്ല, വാടകയ്ക്ക. ഇപ്പൊ അവിടെ വലിയ ഹോളുണ്ട്. അന്ന് അവിടെ പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്, വിശ്വാസി വന്നിട്ട്. അന്ന് പുള്ളി വിശ്വാസി വന്നിട്ട് 10-40 കൊല്ലായി. ഞാനെന്നും അഭിഷേകത്തെ കുറിച്ച് പറയും. ആകെ 4 പേരേ ഉള്ളൂ. അവിടുത്തെ കുഞ്ഞുങ്ങൾ ആരുടെയൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. സോദരം, ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു വാസ, ഈ അഭിഷേകം പ്രാപിച്ച ചിലരുടെ സ്വഭാവം കണ്ടിട്ട് അഭിഷേകം വേണ്ടെന്ന് ഞാൻ പറഞ്ഞ ആളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അഭിഷേകം പ്രാപിച്ചവരുടെ നടപ്പ് ദോഷം അതൊക്കെ ഇതിനകത്തുണ്ട്.
അതൊക്കെ ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ പൊതുയോഗത്തിൽ പറയാൻ നോക്കിയല്ല. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ പിള്ളേരെ വിടുവോ? വിടും. അവിടെ എന്തെല്ലാം നടക്കുന്നതെന്ന് അറിയാവോ? എഞ്ചിനീയറിംഗ് കോളേജിലോ? അവിടെ റാഗിങ്ങും ഇടി എല്ലാം കഞ്ചാവും എല്ലാം ഉണ്ട്. എന്നിട്ട് പിള്ളേരെ വിടുകയല്ലേ? അപ്പൊ എവിടെയും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. അത് പറഞ്ഞുകൊണ്ട് നീ ദൈവകൃപയെ എന്തിനാ വ്യർത്ഥമാക്കുന്നേ? അത് പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹം എന്തിനാ തള്ളിക്കളയുന്നേ? ഈ അപ്പച്ചൻ അഭിഷേകം പ്രാപിക്കുകയില്ല. കാരണം ഇങ്ങനെ അവിശ്വസിച്ച് പറഞ്ഞു പോയില്ലേ. അനുദപിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പച്ചൻ ആത്മാവിലായി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായമായാലും കുഴപ്പമില്ല, ദൈവം ആത്മാവിൽ നിറയ്ക്കും. നീ പരിശുദ്ധാത്മാവിൽ നിറയണം ഇന്ന് രാത്രി. ഇതൊരു അനുഭവമല്ലേ? ഇതൊരു സഭയല്ല, ഇതൊരു അനുഭവമാണ്. ഇന്ന് രാത്രി പ്രാപിക്കാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? ഇന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാവോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എന്നെ നിറയ്ക്കണമേ, കർത്താവേ എന്നെ നിറയ്ക്കണമേ. ദൈവമോ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. വാ തുറന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ആരും ആരുടെയും തലയിൽ കൈ വെക്കാതെ തന്നെ ദൈവശക്തി ഇവിടെ വെളിപ്പെടണമേ. ഈ പന്തലിന്റെ പുറകെ അറ്റം മുതൽ ഈ അറ്റം വരെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ജ്വലനമുണ്ടാകുവാൻ, വലിയ ആത്മപ്രവാഹമുണ്ടാകുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? സ്തോത്രം. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ ഇന്ന് രാത്രി കൂടെ അല്ലേ യോഗമുള്ളൂ. ഒന്ന് ഫേസ് ടു ഫേസ് തിരിഞ്ഞ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളിലുള്ള ദൈവകൃപ അടുത്ത ആളിലേക്ക് ഒന്ന് വ്യാപരിക്കട്ടെ. ഒന്ന് ഐകമത്യത്തോടെ പ്രാർത്ഥിച്ചേ. ഒരു രോഗശാന്തി ഇവിടെ വെളിപ്പെടട്ടെ. ഒരു യഥാർത്ഥ ആത്മാവിന്റെ അഭിഷേകം ഇവിടെ വെളിപ്പെടട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി ഇവിടെ വെളിപ്പെടട്ടെ. ആത്മശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. ദൈവത്തിന്റെ കാറ്റ് ഈ ജനത്തിന്റെ മേൽ ഊതുക. അസ്ഥികൾ ജീവിക്കും. അസ്ഥികൾ ജീവിക്കും ഇന്ന് രാത്രി. അസ്ഥികൾ ജീവിക്കും ഇന്ന് രാത്രി. നഷ്ടപ്പെട്ടു പോയ ചിലത് ഇന്ന് രാത്രി മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കാൻ ലജ്ജിക്കരുത്. ദൈവം നിങ്ങൾക്ക് വെളിപ്പാടുകൾ ഈ യോഗത്തിൽ വെച്ച് തരും. ശുശ്രൂഷകന്മാർക്ക് പുതിയ ദർശനങ്ങൾ ഇവിടെ വെച്ച് ദൈവം തരും. വേലയ്ക്കുള്ള വാതിലുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തുറക്കും. ക്ഷീണങ്ങൾ മാറും. ചങ്ങലകൾ പൊട്ടും. കെട്ടുകൾ അഴിയും. കണ്ണിൽ നിന്ന് ചതുമ്പൽ താഴെ വീഴും. പുതിയ ദർശനം പ്രാപിക്കും. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോസ്തലന്മാർ കൈവച്ചു പ്രാർത്ഥിച്ചു അഭിഷേകത്തിനു വേണ്ടി. ഇന്ന് രാത്രിയിൽ അതിനിവിടെ അനുവാദമുണ്ട്. എനിക്ക് ആത്മസ്നാനം പ്രാപിക്കാം, ശക്തി പുതുക്കണം എന്ന് കൊതിക്കുന്നവര്, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഈ സ്വർഗീയ കറന്റ് നിങ്ങളുടെ മേൽ വരാൻ ഞങ്ങൾക്ക് ചെയ്യാവുന്നത് 1 വചനം പറയുക, 2 നിങ്ങളെ ഉത്സാഹിപ്പിക്കുക, 3 കൈവച്ച് പ്രാർത്ഥിക്കുക. ഇത്രയും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ബാക്കി പകരുന്നത് ദൈവമാണ്. ഉയരത്തിലെ ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ പകരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്
വലിയ കൊതിയുള്ളവർ വേഗം നടന്ന് മുമ്പോട്ട് വരിക. ഒരു പാട്ട് ചേർന്ന് പാടുന്നു, കരങ്ങളടിച്ച് പാടാം, ലജ്ജിക്കാതെ പാടാം. പ്രാർത്ഥനയ്ക്കായി മുമ്പോട്ട് വരാം.